ഇവിടെ വെട്ടില് മാറ്റെടുക്കും മറ്റു കുട്ടിയുടെ കറവറ്റി കൊടുക്കും 4 പോലെ അവിടെ അടിച്ചിടാം 3-4 ആളും വേണ്ട. അതെ അതിന്റെ പാവം പോലെ പറഞ്ഞ് വാങ്ങിക്കോളെ. അല്ല ആളും പയ്യ അതെടുക്കാലോ ഇവിടെ വെട്ടലിട്ട് മാറ്റെടുക്കണം. എന്റെ കന്നൊക്കെ കൊടുത്തു ഇത് വേറെ പയ്യ അപ്പൊ ഞാൻ കൊടുത്തിട്ട് ഇതൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ അജ്ജ് കൊടുത്തല്ലേ എവിടെ ആ ഉള്ള ആ റോസ് കറക്റ്റാണ് ഉള്ളിലുണ്ട് നേരാണ് റോസ് അല്ല രാവിലെ എന്ത് ഇയാൾക്ക് എന്താ ഇന്നത് പെരെ കറക്കാങ്ങള് ഫോട്ടോ കാണിച്ചു ഒരാഴ്ച അതാണ് ഒക്കെ അവിടെ പോന്നെ പറിച്ചറപ്പ ഒക്കെ നേരം കൊണ്ടേക്കണം. അതാണ് ഒന്ന് അതാണ് ചന്ത പോയി കിട്ടിയതൊക്കെ ഇറക്കാം. എന്താ ഞാൻ അതിനുള്ള കാര്യം പറഞ്ഞു കൊണ്ടേക്കോളി 50,000 പറ്റുന്നില്ല പിന്നെന്താ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ സാധനം പോട്ടെ ഒലക്ക ഒക്കെ അന്നോടൊക്കെ വില പറയാനില്ലേ ഒലക്ക വെക്കാൻ പറഞ്ഞാൽ അതിന്റെ കായ്ക്ക ഞാൻ കൊടുക്കണേ. ഞാൻ 50,000 ബൈക്കളെ വെക്കണില്ല എച്ച് കിട്ടിയ പോലെ ഞാൻ കൊടുക്കും. അണക്കെന്ന പൈസ അപ്പുറത്ത് പോയി 40,000 ബോധം കെടുത്തതില്ല അവര് അതിനൊന്നും വെക്കണ്ട. അത് നിങ്ങളെ പയ്യൊക്കെ നേരാവണം മടിക്കട്ടെ ഇങ്ങനെയല്ല ഉണ്ടാവുക നമ്മളൊക്കെ ഞങ്ങൾ നിർത്തുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് കന്ന് വാങ്ങി 240 കിലോ അപ്പുറത്താണ് എങ്ങനെ പച്ച് എന്ത് കായ്ക്ക പച്ച് കൊടുത്ത് നോക്കാം. നമ്മൾ 500 രൂപ കൊടുക്കുന്ന ആൾക്കാരാ. 9 കഴിഞ്ഞു 9 വൈകും കഴിഞ്ഞു 22,000 രൂപ ഞാൻ പച്ച് കൊടുത്തു. ആര് ഇതിന് ബോധം കെട്ടി തരുള്ളൂ. എച്ച് അവിടെ കിട്ടും 500 രൂപ വേണ്ടി ഞാൻ കൊടുക്കും. ഇങ്ങനത്തെ ഒരു പയ്യോ എൻ്റെ 9 ഉണ്ടായിരുന്ന ചേച്ചി എല്ലാം കഴിഞ്ഞു ചോദിച്ചോക്കി. നിങ്ങളതാ എല്ലാവരും പിന്നിക്കണുണ്ടോ? നമ്മൾ കണ്ടല്ലേ ഈ മീൻകാരനെ കാത്തിക്കില്ലേ ചില ആൾക്കാർ ചില മീൻകാരെ അതുപോലെ കച്ചവടക്കാരനാ കിട്ടിയാൽ കടകട കൊടുക്കും. ആ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ലാഭം കൊടുത്ത് വാങ്ങണേ വാങ്ങിക്കളി കൊടുക്കണോ? കൊടുത്താൽ ഒരു വിലയായില്ലാന്ന് പറഞ്ഞാൽ എന്തിനാ കൊടുത്തത്? നമുക്ക് 500 രൂപ കൊടുക്കാൻ നമ്മള് പിന്നെന്താ നോമ്പാണോ? വാ അങ്ങോട്ട് വാ 1 മിനിറ്റ് വാടോ പജ്ജുണ്ട് ഇങ്ങോട്ട് വാ. ഒറ്റ മിനിറ്റ് ഇതെടുത്ത് ഞാൻ പറഞ്ഞു എന്തോ മലയാളി എന്താണ് വൈകിയോ? വാങ്ങിയ കഴിഞ്ഞേ നമ്മളെ എന്താ ഇപ്പൊ വരുന്നേ? കന്ന് 9 കഴിഞ്ഞില്ലേ മനസ്സിലായി. ഇപ്പഴാ അന്വേഷിച്ച് വരിക. നമുക്ക് അടുത്ത ആഴ്ച കന്നാ കേട്ടോ. ഇഞ്ച് മിണ്ടാണ്ടെന്ന് ആവശ്യമില്ല. നമ്മുടെ തന്നെ ഗ്യാരണ്ടി കച്ചവടം ഇല്ല. നമ്മുടെ ഗ്യാരണ്ടി കച്ചവടം ഇല്ല. അതുകൊണ്ടാണ് അടുത്ത ആഴ്ച വന്നോളൂ. ഒരു പജ്ജ് തരാം. ഞാൻ പറയാം ഒരു കുട്ടികളെ പജ്ജ് തരാം. ഒരു കുട്ടിയായിട്ട് ഒരു പയ്യ 10-35 ആവും. എന്നാൽ അത്യാവശ്യം പാല് കിട്ടും. 20-22 വാങ്ങി നിങ്ങളുടെ വീട്ടാസിലെ പാലിനെ കിട്ടുള്ളൂ. ചിലത് കറക്കും ചിലത് കറക്കൂല. ഇതൊക്കെ വിട്ട് പറയാണ്. നമ്മളൊന്നിനും കാര്യം അറിയില്ല. നമ്മളെ 8 മിനിറ്റ് രാവിലത്തെ വണ്ടി ചേച്ചി ₹1 എപ്പോഴും പോലാക്കതാണ്. ഈ കുട്ടി വലുതായി കുട്ടിയൊരു വിലക്കായി 5 രൂപ വിലക്കായി ഈ പുല്ല് കൊണ്ടിട്ടോളി. കിട്ടാൻ പറ്റൂല
ഒന്നായി കിട്ടണ പറ്റൂല. എന്താ എന്താ വിലഭാഗം? വിലക്ക് 40 പറയും, 37 കൊടുക്കും. എൻ്റെ ഉള്ളും കളിയും പറയും. അപ്പോൾ ആ സ്ത്രീക്ക് ഒരു പയ്യ വേണം. ചേച്ചിക്ക് മാറി കൊടുക്കാം. എത്ര ഞാൻ പറഞ്ഞു മാറ്റാം. ചേച്ചിയെ ഈ പയ്യൻ കുട്ടി കൊണ്ടേക്കോളൂ. ഇങ്ങടെ പോരേന്ന് അതൊക്കെ പാല് കിട്ടുള്ള പോരേന്ന് ഇങ്ങടെ. ചണ്ടി വെക്കുമ്പോൾ തായാർക്ക പോടും. ഇത് പഞ്ചക്കുട്ടിയും കൂടെ വെക്കുമ്പോ അങ്ങനെ 10,000 രൂപ കഴിഞ്ഞു. അപ്പാട്ടോ അപ്പാട്ടോ ഈ പയ്യനെ കളിച്ചു അത് മാറ്റാൻ ചെയ്യാം. അതൊക്കെ മാറ്റം കൊടുക്കും. ഫോട്ടോ പിന്നെ എങ്ങനെ പച്ചില അറിയാം? ഒരു ചെറിയൊരു പൈക്കുട്ടി അത്ര മാറാൻ പറ്റിയ മാറി കൊടുക്കും. പറ്റുമോ? ഏതൊക്കെ ഇപ്പം നാള് മാറിയ ഒരാളായി സുരേട്ടാ പറഞ്ഞെടുക്കേ. ഇവിടെ വരിക അല്ല എവിടെയെങ്കിലും അപ്പം ഉള്ള ആള് ഇന്നാള് മാറിയ ഒരാളെ ഇട്ടാന്ന്. ആ അല്ല ഇന്നാളൊരു വയസ്സനാവുന്നായിരുന്നു. ഇവിടെ പേര് ഒന്ന് പിഴിഞ്ഞ് നോക്കി. നിങ്ങളെ കറക്കടല്ല അല്ലല്ല ഒന്ന് പിഴിഞ്ഞു. ആ പിഴിയാണ്. ആ ഉറുദിലെ കുട്ടിയാണ്. 10 ആളെ കഴുകി വൃത്തിയാക്കണം. വണ്ടിയിൽ വരച്ചിലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് അതിനെ പോയി പറഞ്ഞിട്ട് അത് കൊടുക്കില്ല. നോക്കി കുറച്ച് അറിയല്ലേ അതിന്റെ ഇവിടെ എന്താ ചേച്ചി? ഇവിടെ എല്ലാവരും പോയിക്കോളി. പഞ്ചിന് വാങ്ങി അജിന് വാങ്ങി. അല്ല മാറിയൊരു കുട്ടിയില്ലാതെ പോയി കൂടുന്നുണ്ട. അതുപോലെ കൊടുക്കാം. അതിന്റെ ഒരു ഫോട്ടോയിലും ഉണ്ടോ? അതിന്റെ ഫോട്ടോ എന്താ? എത്രയ്ക്ക് വാങ്ങിയതാ? അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എത്രയ്ക്ക് വാങ്ങിയതാ? 28 രൂപ വാങ്ങിയതാ. അങ്ങനെ ഒരു പണി അവര് തന്നെ മാറിക്കൂടെ? അതിപ്പോ ഒരു മാറ്റി അതുപോലെ ഒരു ഇതാണ് ഈ പെണ്ണൊരുത്തി ആവുകൊണ്ട് മാറ്റി കൊടുത്ത് അതിപ്പോ ഇതുകൊണ്ട് ചിട്ടിക്കാണ്ട് അതിനെന്നെ അയാളോട് കാര്യം പറയേണ്ടി വരും. കേട്ടോ അയാൾക്ക് പറ്റുണ്ട്. അയാളിപ്പോ മാറ്റി കൊടുക്കൂല. അങ്ങനെ അതിന് ചന്തേന്ന് വാങ്ങിയാന്ന് മാറ്റി കൊടുക്കൂലെന്ന്. കാശ് ചന്തേന്നൊന്നും കാര്യമില്ല. അതിന്റെ കായ്ക്കാ കൊടുക്കണേ. ഒരു 10 ലിറ്റർ പാലിനെങ്കിലും നിങ്ങളപ്പം എന്താ തരാം? 30,000 തരും. അതേപോലെ 2 ലിറ്റർ പാലിന് 30,000. പിന്നെ ചന്തേന്ന് മാറ്റുന്നത് കേട്ടോ. ആൾക്കാർക്ക് കൊടുക്കണേ. പിന്നെ ആ പജ്ജ അത്രയ്ക്ക് എങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ആരായിരുന്നു വാങ്ങിയത്? അത് കാണാണ്ടപ്പോ കൂട്ടാ ഇതിനെന്താ ഞാൻ കറുത്തിട്ടോ വെളുത്തിട്ടോ അറിയാം. 28 രൂപയ്ക്ക് വാങ്ങിയ മാടൻ പോയി പോകും.